ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി പീര പറ്റിച്ചതാണ്. നെത്തോലിക്ക് മറ്റു സ്ഥലങ്ങളിൽ ചൂട, കൊഴുവ, പൊടിമീൻ എന്നും പറയും. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെത്തോലി വൃത്തിയാക്കിയത് 300 ഗ്രാം, തേങ്ങ തിരുമിയത് 1/2 കപ്പ്, 6 ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം നീളത്തിൽ കീറിയത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1 നുള്ള്, കുടംപുളി 2 കഷ്ണം, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 1 തണ്ട്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുടംപുളി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം, ചുവന്നുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം വളരെ കുറച്ച് മതി. കാരണം ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെ ചേർന്നിട്ട് നന്നായിട്ട് ആ പച്ചമുളകിന്റെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്. മസാലയ്ക്കായിട്ട് ഒരു പൊടികളൊന്നും കൂടുതലായിട്ട് ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇടണമെന്നും നിർബന്ധമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇത് എണ്ണയിലിട്ട് വഴറ്റാത്തത് കൊണ്ട് നമ്മൾ കൈവച്ചൊന്ന് ചെറുതായിട്ട് ഈ പച്ചമുളക്, ഉള്ളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ച കുടംപുളി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. ജസ്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി ഒന്നും ഒരുപാട് ഇടരുത്. കാരണം നമ്മൾ തേങ്ങ അരച്ച കറികളിൽ മല്ലിപ്പൊടി കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി തുറന്നു നോക്കാം. ഇപ്പം മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, മീൻ ഉടഞ്ഞു പോകാതെ. ഇനി ഇത് തുറന്നു വെച്ച് വെള്ളം വറ്റുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇപ്പം മീനിലുള്ള വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം നന്നായിട്ട്. അതിനുശേഷം ഇത് ചോറിനോടൊപ്പം സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് യൂട്യൂബിലെ പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.